ഹായ് ഫ്രണ്ട്സ്, റിസ ക്രിയേഷൻസ് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ടൂക്കലി സെൽവാർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്തിരുന്നു. അതെങ്ങനെ തയ്ക്കാമെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ 3 പീസാണ് നമ്മൾ അന്ന് അവിടെ കണ്ടിരുന്നത്. റെക്ടാങ്കുലർ ഒരു പാനലും 2 സൈഡ് പാനലും. അപ്പോൾ അത് രണ്ടും നമ്മൾ ഞാൻ കൂട്ടി തയ്ച്ച് കാണിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇത് കൂട്ടി നമ്മൾ തയ്ക്കുകയാണ്. ആ ഒരു റെക്ടാങ്കുലർ പാനലിലേക്ക് സൈഡിൽ 2 പാനലും നമ്മൾ കൂട്ടി തയ്ക്കുമ്പോൾ നമുക്ക് ഒരു കാല് കിട്ടി. ഇനി നമുക്കതങ്ങ് തയ്ച്ചു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അതിപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്കത് കണ്ടോ, ഈ രീതിയിലാണ് തയ്ച്ചു കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇതുപോലെ ഞാൻ 2 കാലും തയ്ച്ചു. ഓക്കെ, രണ്ടും കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൽവാറിന് 2 കാലും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 കാലും നമ്മൾ അതുപോലെ തയ്ച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ള ബെൽറ്റാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഇപ്പോൾ ബെൽറ്റാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൽറ്റിന് 2 ഓപ്പണിങ്സ് നമ്മൾ കൂട്ടി അടിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. നേരത്തെ ഞാൻ സൽവാർ കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും കാണിച്ചിട്ടുണ്ട്. അത് മടക്കി 2 വശത്തേക്കും ആ ഒരു ജോയിൻറ്റും നമ്മളതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് അടിക്കുക. എന്നിട്ട് നമ്മുടെ ഗ്യാപ്പ് ഇട്ട് നമുക്ക് നമ്മുടെ വള്ളി കയറ്റാനുള്ള ആ ഒരു സ്പേസ് കൂടെ അവിടെ കൊടുത്തിട്ട് നമ്മൾ 1.5 ഇഞ്ചിൽ നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇതിൽ നമുക്ക് ഇലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 ക്രോച്ചേറിയ, നമ്മൾ തയ്ച്ചു വെച്ചിരുന്ന കാലിൻ്റെ 2 ക്രോച്ചേറിയ ഉണ്ടല്ലോ, ആ ലെങ്ത് നമ്മൾ തയ്ക്കുകയാണ്. 2 കാലിൻ്റെ ക്രോച്ചേറിയ നമ്മൾ കൂട്ടി തയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടി തയ്ച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓരോ കാലിൻ്റെയും ആംഗിൾ റൗണ്ട് നമ്മൾ തയ്ക്കാൻ പോകും. മറ്റൊരു പീസ് നമ്മൾ ഓൾറെഡി ക്യാൻവാസ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഈ കാലിൻ്റെ ബോട്ടമിൽ നമ്മൾ അടിച്ച് ചേർത്തിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഡിസൈൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോസ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ വ്യക്തമായി കാണിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ കൂട്ടി അടിക്കുകയല്ലായിരുന്നു, അതിൻ്റെ തന്നെ എക്സ്ട്രാ നമ്മൾ മാർജിൻ എടുത്തിട്ട് മടക്കി അടിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ടൂക്കലി സെൽവാറെ കട്ട് ചെയ്തുകൊണ്ട് എക്സ്ട്രാ തുണി നമുക്ക് ലെങ്ത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ഈ രീതിയിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ഇനി നമുക്ക് ബെൽറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഫ്ലീറ്റ് ഇടാൻ മാർക്ക് ചെയ്യേണ്ടത്? നമ്മുടെ സെൻറ്ററാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. 2 സെൻറ്ററിലേക്ക് നമുക്ക് ഒരുപോലെ തന്നെ. ഇപ്പോൾ 21 ഇഞ്ച് വീതിയാണ് എൻ്റെ ഇതിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഫ്രണ്ടും ബാക്കും ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കാണാം, ആ കറക്റ്റ് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അവിടെ 2 ഇഞ്ച് ബാക്ക് സൈഡിൽ നമുക്ക് 2 പ്ലീറ്റ്സ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ 2 ഇഞ്ച് ഈ ബോഡി പാർട്ടിൻ്റെ നമ്മുടെ കാലിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതായത് ക്രോച്ചേറിയയിൽ നിന്ന് സെൻറ്ററിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചില്ലേ, അവിടെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. അപ്പം ആ സെൻറ്ററിൻ്റെ ഇടത്തും വലത്തും നമുക്ക് ഓരോ പ്ലീറ്റ്സ് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതവിടെ അതുപോലെ മടക്കി അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ലെങ്ത് നമ്മൾ നോക്കിക്കേ, അവിടെ പ്ലീറ്റ്സ് പിന്നെ നമ്മൾ ഇടുന്നത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ബെൽറ്റിൻ്റെ സൈഡിൽ നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, കണ്ടോ, അവിടെ മാർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ 2 വശത്തേക്കും പോകുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം കിട്ടിയല്ലോ, കണ്ടോ. ഇത്രയും വന്നപ്പോൾ നമ്മൾ ഒരു വശം സെൻറ്ററിൻ്റെ വലത്ത് വശത്തേക്ക് അതുപോലെ ഇടത് വശത്തേക്കും വരുമ്പം 2 വശം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് അവിടെ കറക്റ്റായിട്ട് പോകുന്നുള്ളൂ, മനസ്സിലാക്കി. ബാക്കി വരുന്ന തുണിയാണ് അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുക അവിടെ. ഈ കട്ട് ചെയ്ത് കാണിക്കുന്ന എന്തിനാണ്? നമ്മുടെ ബെൽറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇത്രയും തുണി നമുക്ക് പോകും. അത്രയും നമ്മൾ കറക്റ്റായിട്ട് അവിടെ വന്നിരിക്കും. ഇനി ബാക്കിയുള്ള തുണി മൊത്തം നമ്മൾ ഫ്രണ്ടിലേക്ക് ചുരുക്കിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുകൂടാതെ തന്നെ നമുക്ക് ഈ സൈഡ് പാനലിൻ്റെ ഒരു സെൻറ്ററുണ്ട്, അതുകൊണ്ട് ഞാൻ വെച്ച് കാണിക്കുകയാണ്. അവിടെ നമ്മൾ ചുരുക്കിട്ട് കഴിയുമ്പോൾ അവിടെ ഒരു വശത്തെ ഞാനിപ്പോൾ ഇടുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിൽ വരും. അവിടെ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ കറക്റ്റ് നമുക്ക് അവിടം വരെയുള്ള ലൈൻ, ആ പോയിന്റ് ഇട്ടിരിക്കുന്ന അവിടം വരെ നമ്മുടെ തയ്യൽ വരും. അപ്പം നമ്മൾ അതുപോലെ ഇപ്പുറത്തെ വശത്തേക്ക് ഇടുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ബാക്കി കാണുന്ന തുണി മുഴുവൻ നമുക്കവിടെ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ, അതായത് നമ്മൾ ക്രോച്ചേറിയയിൽ നേരെ ഇങ്ങനെ പിടിക്കുമ്പം ഉണ്ട്, ഇതാണ് ക്രോച്ചേറിയ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ ഒരു സെൻറ്റർ നമുക്ക് അവിടെ കിട്ടും, സൈഡ് സെൻറ്റർ. ക്രോച്ചേറിയയുടെ ഭാഗമല്ല, കാലിൻ്റെ സൈഡ് സെൻറ്റർ. അവിടെ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒരു കട്ടും. ഇവിടെ നമ്മൾ ഈ അറ്റത്ത് നമ്മൾ 2 അറ്റത്ത് 2 കാലിൻ്റെ അറ്റത്ത് നമ്മൾ കണ്ടോ, അതായത് താഴെ നമ്മൾ ആംഗിൾ റൗണ്ടാണ്. ആ സെയിം ലൈൻ തന്നെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ വരും, കണ്ടോ. ആംഗിളിൻ്റെ അറ്റത്ത് അവിടെ നിന്നാണ് വരുന്നത്, കണ്ടോ. അത് നമുക്ക് മുകളിൽ നമ്മൾ കട്ട് കൊടുത്തു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ കട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു വലിയ ചുരുക്കെടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്റർ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, നമ്മൾ 2 ചുരുക്ക് നമ്മൾ ബാക്ക് പാർട്ടിൽ ഇടുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിന്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ചുരുക്ക് കൊടുക്കാനുള്ള നമുക്ക് മാർക്ക് ചെയ്യാം. ആ സെൻറ്റർ പാർട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പാർട്ടിന്റെ സെൻറ്ററിൽ 2 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് ആ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ബിഗിനേഴ്സിന് വളരെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിഷന്റെ ഒരു ഉദ്ദേശം കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ 2 ഇഞ്ച് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 2 ഇഞ്ച് സെൻറ്ററിലേക്ക് മടക്കി ഒരു ചുരുക്ക്, പിന്നെ അടുത്ത 2 ഇഞ്ച് ഹാഫ് ഇഞ്ചിലേക്ക് മടക്കി ഒരു ചുരുക്ക് എടുക്കുക. പിന്നെ നമ്മളിവിടെ സൈഡിൽ സെൻട്രൽ സൈഡിൽ നമ്മളൊരു കട്ടിട്ട് വെച്ചിരുന്നില്ലേ, അവിടെ നിന്നുള്ള ഒരു ചുരുക്ക് ആദ്യമേ നമ്മൾ 2 ഇഞ്ചിൽ അകത്തേക്ക് ഇങ്ങനെ മടക്കണം. നോക്കി ഇതുപോലെ നിങ്ങൾ മടക്കിയിട്ട് അവിടെ പിൻ കുത്തി വെക്കണം. അപ്പം നമ്മൾ ആ അകത്തോട്ട് പോകുന്ന ഭാഗത്ത് 2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ആ ഒരു പ്ലേറ്റിന് കണ്ടോ, ഇതുപോലെ നമ്മൾ അളന്ന് നോക്കിയിട്ട് അവിടെ ഒരു പിൻ കുത്തി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഒരു വശത്തെ ചുരുക്കിന്റെ കാര്യം, മറ്റേ വശത്ത് ഇതുപോലെ തന്നെ സെൻട്രൽ പാർട്ട് നമ്മൾ ചുരുക്കി ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ട് വേണം പ്ലേറ്റ്സ് എടുക്കുവാനായിട്ട്. ഇനി ഇങ്ങ് വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ ചെയ്യുന്നില്ല, പക്ഷേ ഈ മുട്ടുസൂചി കുത്തിയിരിക്കുന്ന അവിടം വരെ 2 ഇഞ്ച് 1/2 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അവിടം വരെ കമ്പൽസറി നമുക്ക് ചുരുക്കിട്ടേ മതിയാവും. പിന്നീട് നമുക്ക് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ആ മുമ്പോട്ട് ചുരുക്കിട്ടാൽ മതി. അപ്പോൾ ഇവിടുന്ന് സെൻറ്ററിലേക്ക് 2 ഇഞ്ച് അടിച്ച് നമ്മൾ കുത്തി, അടുത്ത ഹാഫ് ഇഞ്ചിലേക്ക് നമ്മൾ പിന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് നമ്മൾ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടുകയാണ്. അപ്പം നമുക്ക് സെയിം ഡിസ്റ്റൻസിൽ സെയിം അളവിലുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് പ്ലീറ്റ്സ് നമുക്ക് 2 സൈഡിലും ഇതുപോലെ തന്നെ ഇടാൻ പറ്റും. അപ്പം നമ്മൾ മാർക്ക് ചെയ്തിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഇനി വീണ്ടും ഈ 2 ഇഞ്ചിൽ നിന്ന് ആ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിലേക്ക് വെക്കുമ്പോൾ ഹാഫ് ഇഞ്ച് വീതം നമുക്ക് വീതിയുള്ള ചുരുക്കുകളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരേ വലുപ്പത്തിൽ അത് വരികയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ ഹാഫ് ഇഞ്ചിന് പോയി നിങ്ങൾക്ക് 3/4 ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് 1 ഇഞ്ച് ആയിരിക്കും. ഇവിടെ ഞാൻ 2 ഇഞ്ചും ഹാഫ് ഇഞ്ചും വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത്രയ്ക്കുള്ള തുണി എനിക്കുള്ളൂ. അപ്പം ആ രീതിയിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. കൊച്ചു ചുരുക്കായിട്ട് വരികയും ചെയ്യും. അപ്പം ഇതുപോലെ നമ്മൾ ആ സെൻട്രൽ പാർട്ടിലും സൂചി കുത്തി വെച്ചിരിക്കുന്ന അവിടം വരെ നമ്മൾ ഇതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് നമ്മൾ വീതി വരത്തക്ക രീതി 2 ഇഞ്ചിൽ നിന്ന് ഹാഫ് ഇഞ്ചിലേക്ക് മടക്കി വെച്ച് നമ്മൾ പ്ലേറ്റ്സ് ഇടുക. ഇതേ രീതി തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മറുവശത്ത് നമ്മൾ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്ലേറ്റ്സ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടായതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ സൂചി വെച്ച് ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. സൂചി വെച്ചിരിക്കുന്നത് അവിടം വരെ നമ്മൾ എത്തി. ഇനി നമ്മൾ അവിടെ നോക്കണം എങ്ങനെ കറക്റ്റായിട്ട്. അവിടെ വലിയൊരു ചുരുക്കായിട്ടാണ് വന്നിരിക്കും പ്ലേറ്റ്സ്. അവിടുത്തെ ചുരുക്ക് സെൻറ്റർ പോയിന്റ് ആണ്. അപ്പം നമ്മുടെ സെൽവാറിന്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് കറക്റ്റായിട്ട് വന്നിരിക്കും. നമുക്ക് കറങ്ങി പോകത്തില്ല. ഇനി നമ്മളത് അതുപോലെ 2 വശം ഞാൻ 2 വശം തയ്ച്ച് നിങ്ങളെ കാണിച്ചില്ല, ഒരു വശമേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ മറ്റേ വശവും കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുക. പിന്നെ ബെൽറ്റുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ബാക്ക് പാർട്ടാണ് ഇപ്പോൾ ബാക്ക് ബെൽറ്റിന്റെ കൂടെ നമ്മൾ ആദ്യം സെൻറ്ററും കൂടെ മുട്ടുസൂചി കുത്തി വെച്ച് നമ്മൾ നോക്കുക. കണ്ടോ, പിന്നെ ഈ കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ബെൽറ്റിന്റെ സൈഡിലെ കട്ടും ഇവിടെ നമ്മൾ ആ സെൻറ്റർ വരെയുള്ള നേരത്തെ കട്ട് വെച്ച് ആ കട്ടും കൂടെ നമ്മൾ ഒരുപോലെ അതിന്റെ അർത്ഥം എന്തുവാ, ബാക്ക് പാർട്ടിന്റെ കംപ്ലീറ്റ് അത്രയും തുണി നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഇവിടുന്ന് സെന്ററിന്റെ നമ്മുടെ ഫ്രണ്ടിന്റെ സെന്റർ നമ്മൾ കുത്തി വെച്ചു. എന്നിട്ട് നമ്മൾ നോക്കി ആ ബെൽറ്റിന്റെ സൈഡിൽ കുറച്ച് തുണിക്ക് നമുക്ക് ഇവിടെ എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് അവസാനം ഇട്ട വലിയ ചുരുക്കിന്റെ മുട്ടുസൂചി കുത്തി വെച്ച് ആ ചുരുക്കിന്റെ അവിടെ 2-3 ചുരുക്ക് നമുക്ക് ഇടാൻ സാധിക്കും. എന്നാൽ അധികം തുണി എക്സ്ട്രാ ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് ബാക്കി അടിച്ച് ജോയിൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് ബെൽറ്റുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം നോക്കി ആ സെൻട്രൽ പോയിന്റിൽ വന്ന ആ ഒരു ചുരുക്കമുണ്ടോ അത് കറക്റ്റായിട്ട് അവിടെ വരുമ്പോൾ നമ്മൾ കുത്തി വെച്ചു. അത്ര നമുക്ക് എക്സ്ട്രാ ഇല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചങ്ങ് ഇറക്കിയാൽ മതി. ഇപ്പം എക്സ്ട്രാ ഉള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ 2 ഇഞ്ച് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുകൂടെ നമ്മളവിടെ തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ബെൽറ്റുമായിട്ട് ഫിറ്റായിട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ. അപ്പം അതുപോലെ നമ്മൾ 2 വശത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതങ്ങനെ ഞാൻ നേരത്തെ ചുരുക്കിട്ട് കഴിഞ്ഞ് ഞാനത് കൂട്ടിയടിക്കുകയാണ്. ബാക്ക് പാർട്ടിൽ നിന്ന് 2 ബെൽറ്റും കൂട്ടിയടിച്ച് വരുമ്പോൾ സ്വല്പം കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണത്. അപ്പം നമ്മൾ പ്ലേറ്റിന്റെ ഭാഗത്തേക്ക് വരും. അപ്പോൾ നമ്മൾ നോക്കണം, സെൻറ്റർ പോയിന്റ് നമ്മൾ നോക്കണം എത്ര കൂടുതലുണ്ടോ കുറവുണ്ടെന്നുള്ള നമ്മൾ നോക്കണം. അപ്പം നമ്മൾ ഫ്രണ്ട് സെൻറ്ററിൽ നമ്മൾ നോക്കുക. കണ്ടോ ആ 2 മാർക്കിംഗ് ഒരുപോലെ വന്നു. ബെൽറ്റിന്റെ സൈഡും മറ്റേ കറക്റ്റായിട്ട് വന്ന ആ ലെങ്ത് ഒരുപോലെ വന്നു. അത്രയും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ വരെ നമുക്ക് പ്ലേറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ വരെ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ 2 സെൻറ്ററും കൂടെ ഫ്രണ്ടിന്റെ സെൻറ്ററും ബാക്കിന്റെ സെൻറ്ററും കൂടെ നമ്മൾ ഒരുപോലെ ഒന്നുകൂടെ വെച്ച് നോക്കിയിട്ട് നമ്മൾ നോക്കുക ഈ ബെൽറ്റിന്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ചിലപ്പം ബെൽറ്റ് കൂടുതലും ബോഡി പാർട്ട് കുറവായിരിക്കും, ചിലപ്പം തിരിച്ചും വരും. എങ്ങനെ വന്നാലും ഇപ്പം ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ബെൽറ്റ് കൂടുതലും മറ്റേ ചുരുക്കിച്ചിട്ട് കുറവായിട്ട് വന്നിരിക്കും. അപ്പം നമ്മൾ സ്വല്പം ഒരു ചുരുക്കം പൊട്ടിച്ചാൽ മതി. പൊട്ടിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ബെൽറ്റുമായിട്ട് ഫിറ്റായി. ഇല്ല നിങ്ങൾക്ക് ചുരുക്ക് കൂടുതലും ബെൽറ്റ് കുറവാണെങ്കിൽ ഒരു ചുരുക്കൂടി ഇട്ട് കഴിയുമ്പോൾ അത് രണ്ടും ഒരുപോലെ വരും. അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്.
അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റേ വശം നമ്മൾ ചെയ്തോണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഉണ്ട് അതുപോലെ കറക്റ്റായിട്ട് ആ വശം വന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ വശത്ത് ഇതുപോലെ തന്നെ വരുള്ളൂ. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സ് എല്ലാം 2 ഇഞ്ച് വീതം അര ഇഞ്ചിലേക്ക് മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങേ വശത്തും കറക്റ്റ് അത്രയും പ്ലീറ്റ്സേ വരത്തുള്ളൂ. കണ്ടല്ലോ, ഇത്ര ഭംഗിയായിട്ട് തയ്ച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക.